എടാ, ഒരു മകനെ സ്നേഹിക്കുന്ന ഒരു അമ്മയുടെ പ്രാക്കായത്. ഇതേ വഴി മാറി പോകുന്നില്ല. നിന്റെ തലയ്ക്ക് മുകളിൽ കൃത്യമായിട്ട് വന്ന് വീഴുകയും ചെയ്യും. അത്രയ്ക്ക് സങ്കടപ്പെട്ട ഞാൻ ഈ പറയുന്നത്. ഉള്ളിലെ സങ്കടം പുറത്തു കാണിച്ച് എന്തിനാണ് മറ്റുള്ളവരെ കൂടി സങ്കടപ്പെടുത്തുന്നതെന്ന് അവര് സ്വയം വിചാരിക്കുന്നുണ്ടാവും. തന്റെ ഇരിപ്പ് കണ്ടിട്ട് കുട്ടികളടക്കം എല്ലാവർക്കും സങ്കടമുണ്ട്. ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും. ഞാൻ എങ്ങനെയാ ശിവ സന്തോഷത്തോടെ ഇരിക്കണ്ടേ? ശാരിയേച്ചിയുടെ കുഞ്ഞിനെ ഞാൻ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ് കൊണ്ടുവന്നതല്ലേ. എന്നിട്ട് എനിക്ക് ആ വാക്ക് പാലിക്കാൻ പറ്റിയോ? പിന്നെ സത്യാമ്മയുടെ മുന്നിൽ ഞാനിപ്പോ കള്ളിയാ. ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി സ്വന്തം ഭർത്താവിനെ കൊന്ന കള്ളി. എല്ലാ സത്യങ്ങളും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നടന്നത് എന്താന്ന് പറയാനാവാതെ ജീവനില്ലാതെ ജീവിച്ചിരിക്കുന്ന എനിക്ക് എങ്ങനെയാ സന്തോഷിക്കാൻ പറ്റുക? എല്ലാം ഞാൻ സഹിക്കും. എന്നെ ഒരാളും മനസ്സിലാക്കുന്നില്ലല്ലോ ഓർത്ത എന്റെ സങ്കടം. അത് ശാലിനിയുടെ വെറും തോന്നല. ശാലിനിയെ മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരാള് ഞാനാ. പിന്നെ നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ മതി. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ അറിയുന്ന എണ്ണപ്പെട്ട 2-3 പേര് മതിയിടൂ. നമ്മുടെ നന്മ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ താൻ ധൈര്യമായിട്ടിരിക്കുക. ധൈര്യമായിട്ട്. ശിവനങ്കിളെ, ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു പറഞ്ഞിട്ട്. അതിനെന്താ, നമുക്ക് ജീപ്പ് അടുത്തെവിടെയെങ്കിലും ഒരു ഐസ്ക്രീം കടയ്ക്ക് മുന്നിൽ നിർത്താം. ഐസ്ക്രീം ഒന്നും ഇപ്പൊ കഴിക്കണ്ട. അമ്മയ്ക്ക് എന്താ ശിവനങ്കിളല്ലേ വാങ്ങി തരുന്നേ? വേണ്ടാന്ന് പറഞ്ഞില്ലേ? കുട്ടികൾ ആഗ്രഹിച്ചല്ല ശാലിനി. അവരുടെ ആഗ്രഹം കൂടെയുള്ള നമ്മളോടല്ലാതെ പിന്നെ ആരോട് പറയണ ശാലിനി? ഇറങ്ങിക്കോ. അതാ നമ്മുടെ ഐസ്ക്രീം കട. മക്കള് വാ. ഇവിടെ ഇരുന്നോട്ടോ. മക്കളെ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? എനിക്ക് ഐസ്ക്രീം മതി. സെയിം, എനിക്ക് ഐസ്ക്രീം മതി. എന്നാ ചേട്ടാ 2 ഐസ്ക്രീം. കൊറേ നാളായല്ലേ സത്യം നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വന്നിട്ട്. പിന്നെ അങ്കിളെ, അമ്മ വരുന്നില്ലേ? അമ്മ വരുമെന്ന് തോന്നുന്നില്ല മോളെ. കഴിച്ചോ. നിങ്ങൾ കഴിക്കുന്ന, ഞാൻ അമ്മയോടൊന്ന് ചോദിച്ചു വരാം കേട്ടോ. എന്തെങ്കിലും കാപ്പിയോ ചായയോ അങ്ങനെ എന്തെങ്കിലും വേണോ? അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ്? എനിക്കൊന്നും വേണ്ട. എന്തെങ്കിലും കഴിച്ചൊന്ന് റിലാക്സ് ആയാലേ ഉള്ളിലെ പ്രയാസങ്ങൾക്കൊക്കെ ഒരു അയവ് വരൂ. ഞാൻ 2 ലൈമ് പറയാൻ പോവാ. എനിക്കും ഒന്ന് ശാലിനിക്കും. എനിക്ക് വേണ്ട. ചേട്ടാ 2 ലൈമ്. അങ്കിളെ, അമ്മ വന്നില്ലേ? നമുക്ക് അമ്മയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ. അത് നല്ല ഐഡിയ.
പപ്പി നമുക്ക് ഒരു ഐസ്ക്രീമും കൂടെ പറയാമേ? ഒരു ഐസ്ക്രീം അല്ല, 2 ഐസ്ക്രീം നമുക്ക് പറയാം. നിക്കടാ അവിടെ. സത്യമേ, ആശാന്റെ കാര്യം. എന്ത് ആശാന്റെ കാര്യം? കമല, നീയും കൂടി ചേർന്നല്ലേ ചതിക്കല്ലായിരുന്നോ? നിനക്കൊക്കെ എങ്ങനെ തോന്നിയടാ എന്നെ എന്റെ മകനെയും ചതിക്കാൻ? എനിക്കൊന്നും അറിയില്ലായിരുന്നു. കള്ളം പറയരുത്. ഒന്നും അറിയാഞ്ഞിട്ടാണോ? എന്നിട്ടാണോ നീ എന്റെ വിഷ്ണുവിന്റെ കൂടെ ഇത്രയും കാലം നടന്നത്? ഇപ്പൊ കൂടെ ചേർന്ന ശിവനാണോ അതോ എന്റെ മോൻ വിഷ്ണുവാണോ നിനക്ക് വലുത്? ചെയ്യരുതായിരുന്നു. ഇത്രയും വലിയ ക്രൂരത എന്റെ മോനോട് ചെയ്യരുതായിരുന്നു. എടാ, സ്വന്തം അനിയനെ പോലെയല്ലേടാ അവൻ നിന്നെ കണ്ടോണ്ടിരുന്നത്. എന്നിട്ട് നീ എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോടാ. അവനെ ഭൂമി ജീവിച്ചിരിപ്പില്ലെന്ന് അറിയിച്ചോടാ. സത്യമേ, ഞാൻ ഒന്ന് പറയുന്നത് കേക്ക്. മിണ്ടരുത്. ഇനി നീ ഒന്നും പറയണ്ട. പാല് തന്ന കൈക്ക് തന്നെ കുത്തിയെന്ന് ഞാനങ്ങ് കരുതിക്കോളാടാ. പക്ഷേ കമല, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. എന്റെ മകൻ വിഷ്ണുവിനെ ചതിച്ചിട്ട് നീ ഇനി ഏത് ലോകം കീഴടക്കിയാലും എന്തൊക്കെ പിടിച്ചടക്കിയെന്ന് പറഞ്ഞാലും ഒരു കാലത്ത് നീ ഗുണം പിടിക്കാൻ പോകുന്നില്ലടാ. നീ നശിച്ച് നാറാണക്കല്ല് പിടിച്ച് ഈ തെരുവിൽ കിടന്ന് പുഴ തലയുന്നത് ഞാൻ കാണുവടാ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് അത് കാണുവടാ. എടാ, ഒരു മകനെ സ്നേഹിക്കുന്ന ഒരു അമ്മയുടെ പ്രാക്കായത്. ഇതേ വഴി മാറി പോകുന്നില്ല. നിന്റെ തലയ്ക്ക് മുകളിൽ കൃത്യമായിട്ട് വന്ന് വീഴുകയും ചെയ്യും. അത്രയ്ക്ക് സങ്കടപ്പെട്ട ഞാൻ ഈ പറയുന്നത്.